ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, നമ്മുടെ ഫോണിൽ എങ്ങനെ ഫ്രീ ആയിട്ട് നെറ്റ് കിട്ടാമെന്നുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് VI ഫോണിലാണ്. അപ്പം VIയുടെ സിം ആയതുകൊണ്ട് തന്നെ എനിക്കത് 100% വർക്കിംഗ് ആകുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സിമ്മ് ജിയോയോ എയർടെലോ ആണെങ്കിൽ എനിക്കറിയില്ല, അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പം അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വർക്കിംഗ് അല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് ഇൻസ്റ്റയിലോ ടെലിഗ്രാമിലോ മെസ്സേജ് ഇട്ടെങ്കിൽ ഞാൻ വേറൊരു മെത്തേഡ് അയക്കുന്നതായിരിക്കും. എന്തായാലും 100% അത് വർക്കിംഗ് ആയിരിക്കും. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ VI സിമ്മുകൾക്കുള്ള മെത്തേഡാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പം 100% വർക്കിംഗ് ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പം ഞാൻ ഇവിടെ ലൈവ് പ്രൂഫും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫോണിൽ റീചാർജ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് കോള് മാത്രമേ റീചാർജ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ ഫോണിൽ മിറർ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഞാൻ PC എൻ്റെ ഫോണിൻ്റെ മിറർ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ യൂട്യൂബ് എടുത്ത് കാണിച്ചു തരാം. യൂട്യൂബ് എടുത്ത് കാണിച്ച് കഴിയുമ്പം നെറ്റ് എനിക്കില്ല, ഞാൻ കോള് മാത്രം റീചാർജ് ചെയ്തു. അപ്പോൾ കോളും റീചാർജ് ബാക്ക് ഫുള്ള് ക്ലിയറായി പോയവർക്കും എക്സ്പീരിയഡ് ആയി പോയവർക്കും ഇത് മെത്തേഡ് വർക്കിംഗ് ആണെന്ന് വെച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഇതിൽ ഞാൻ കോള് മാത്രം റീചാർജ് ചെയ്തിട്ടുണ്ട്, കോള് മാത്രം. അപ്പോൾ ഇതിനകത്ത് യൂട്യൂബും കാര്യങ്ങളൊന്നും വർക്കിംഗ് ഇല്ല. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് നെറ്റ് കിട്ടാമെന്നുള്ളത് ഇന്നത്തെ വീഡിയോ. അപ്പം ലാഗൊന്നും എടുക്കില്ല, നേരെ വീഡിയോ എടുക്കും. ഇതിനകത്തായിട്ട് ആദ്യം ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മൾ വെബ്സൈറ്റിലോട്ട് കയറേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ VPN സെർവറാണ് നമുക്ക് ആവശ്യം വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് PC വേണമെന്നില്ല, ഞാൻ PC ഓപ്പൺ ചെയ്യുന്നേ ഉള്ളൂ. നമുക്ക് ലാപ്പിലും യൂസ് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെബ്സൈറ്റിലോട്ട് ആദ്യം കയറാം. അപ്പോൾ ഈ വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഫ്രീ VPN എന്ന് പറഞ്ഞൊരു കോളം കാണാൻ സാധിക്കും. ഫ്രീ VPN എന്ന് പറഞ്ഞ് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഫ്രീ SSH ടണൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, ലോഡായി വരുന്നതാണ്, വെയിറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇൻ്റർഫേസിലോട്ട് പോകും. അപ്പം ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്യാം. അപ്പം ഇവിടെ ഇന്ത്യയിലെ സെർവർ കാണിക്കും. ഇവിടെ ഇന്ത്യയിലെ ഈ സെർവറിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഏത് രാജ്യമാണെന്നോ അത് വെച്ചാൽ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്ത്യൻ സെർവറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഇൻ്റർഫേസിലോട്ട് പോകും. ഇത് ജസ്റ്റ് താഴോട്ട് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഞാനിപ്പോൾ ഇഷ്ടമുള്ള സെർവർ യൂസ് ചെയ്യാൻ ഞാനിപ്പോൾ മുംബൈ ഇന്ത്യ എന്നുള്ള സെർവറിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് എ ന്യൂ സെർവറിന് കൊടുത്തു, ന്യൂ യൂസർ നെയിം SSH ടണലിന് കൊടുത്തപ്പോണ്ട് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്കിന് ശേഷം അടുത്ത ഇൻ്റർഫേസിലോട്ട് പോകും. പിങ്ക് ഇൻ്റർഫേസിലോട്ട് പോകും. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ യൂസർ നെയിമും എന്തെങ്കിലും യൂസർ നെയിമും ഒരു പാസ്വേഡ് അടിക്കുക. ഞാനിവിടെ അശ്വിൻ എന്ന് പറഞ്ഞൊരു യൂസർ നെയിം അടിക്കുകയാണ്. അശ്വിൻ യൂസർ നെയിം അടിക്കുകയാണ്. ഇവിടെ പാസ്വേഡ് ക്ലിക്കർ 1 2 3 4 5 ജസ്റ്റ് കൊടുക്കുകയാണ്. ഇത് രണ്ടും നിങ്ങൾ മാർക്ക് ചെയ്യരുത്. എന്നിട്ട് ഇവിടെ I am not a robot എന്ന് കൊടുക്കുക. എന്നിട്ട് ക്രിയേറ്റ് എ ന്യൂ യൂസർ നെയിം SSH ടണൽ എന്നൊരു ഓപ്ഷൻ കണ്ടോ, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ജസ്റ്റ് വെയിറ്റ് ചെയ്യാൻ വലിയ ടൈമൊന്നും എടുക്കില്ല. എന്നിട്ട് ഇങ്ങനൊരു ഇൻ്റർഫേസ് ഇപ്പുറത്തെ സൈഡ് നിങ്ങളുടെ ഫോണിലാണെങ്കിൽ ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ വരും. ഇത് ഇത്രയും കോപ്പി ചെയ്യുക. ഈ യൂസർ നെയിമും അതിൻ്റെ പാസ്വേഡും ജസ്റ്റ് കോപ്പി ചെയ്യാം. എന്നിട്ട് ഇവിടെ IP അഡ്രസ്സിൻ്റെ ഇവിടെ ഷോ IP എന്നൊരു ഓപ്ഷൻ കാണും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് കാണിക്കാം. ഇവിടെ മുംബൈ ഇന്ത്യ, ഇവിടെ സെർവറിൻ്റെ അവിടെ ഷോ IP എന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഷോ IP ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു പുതിയ ഇൻ്റർഫേസിലോട്ട് പോകും. ഇവിടെ ഒരു കോഡ് കാണിക്കും. ഇവിടെ ഇങ്ങനെ ഒരു കോഡ് കാണിക്കാൻ ഇവിടെ ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കാം. 147.1 സംതിങ് എന്ന് പറയുന്നൊരു കോഡ് കാണിക്കും. അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. ജസ്റ്റ് കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പം എന്നിട്ട് നമുക്ക് ഫോണിൻ്റെ സ്ക്രീനിലോട്ട് വരാം. പിന്നെ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിലോട്ട് വരാം. അപ്പോൾ ഫോൺ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പം ആപ്ലിക്കേഷൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കുണ്ട്, നമ്മുടെ ടെലിഗ്രാം ഞാൻ കൊടുത്തേക്കുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഡാർക്ക് ടൺ എന്നാണ് ആപ്ലിക്കേഷന് പേര്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓപ്പൺ ആവുന്ന നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി നെറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ടൈപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് റിമൂവ് ചെയ്യാം. റിമൂവിന് ശേഷം ഞാനിപ്പം ഇവിടെ എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് ഞാൻ ടെലിഗ്രാം റെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാര്യങ്ങളൊന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ സ്റ്റാർ ഇട്ടായിരിക്കും നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾ ആദ്യം കോപ്പി ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം ഒരു ഷോ IP എന്ന് കൊടുത്ത് അവരൊരു IP അഡ്രസ് നമ്മൾ കുറച്ച് കോഡ് കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഇവിടെ കോപ്പി ചെയ്യാൻ ഞാനിപ്പോൾ കാണിക്കുന്നത് കോപ്പി ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ യൂസർ നെയിം അവിടെ എന്താണോ കൊടുത്തത് അവിടെ യൂസർ നെയിം കൊടുത്ത കാര്യങ്ങൾ ജസ്റ്റ് ഇവിടെ നിന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ടെലിഗ്രാം ചാനലിൽ എങ്ങനെ ടൈപ്പ് ചെയ്യണമെന്ന് കൊടുത്തപ്പോൾ ഉണ്ട്. അപ്പോൾ ഇവിടെ
ആ ഒരു ഷോ ആയിട്ട് കൊടുത്തതിന് ശേഷം 2 ഡോട്ട് കൊടുക്കുക, എന്നിട്ട് 444 എന്ന് കൊടുക്കുക, എന്നിട്ടൊരു @ സിമ്പിൾ കൊടുക്കുക. അതിന് ശേഷം നിങ്ങളുടെ അവിടെ യൂസർ നെയിം കൊടുക്കുക, എന്നിട്ട് നിങ്ങളുടെ പാസ്വേഡും കൊടുക്കുക. അപ്പോൾ ഞാൻ പാസ്വേഡ് ക്ലിക്കർ 12345 ആയിരുന്നു കൊടുത്തിരുന്നത്. ആ പാസ്വേഡും കൊടുക്കുക. എന്നിട്ട് എനിക്ക് അവിടെ മാർക്ക് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്കാണ്ട് ഈ ഓപ്ഷൻ ഒരിക്കലും വരില്ല. നിങ്ങൾക്ക് ആദ്യം ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ഒരിക്കലും വരില്ല. അപ്പം നിങ്ങൾ കണ്ട് ഇവിടെ ഒരു SSH എന്നൊരു ഓപ്ഷൻ കണ്ടോ, ഈ സൈഡിൽ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനൊരു ഓപ്ഷൻ കാണും. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെർവർ നെയിം ഇൻഡിക്കേഷൻ എന്ന് പറയുന്നൊരു ഇത് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അത് ഓപ്പൺ ആയി വരുന്ന ശേഷം unpkg.com ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് എടുത്ത് കാണിക്കുകയാണ്. അപ്പം ഇത്രയും ടൈപ്പിന് ശേഷം കാണിക്കുകയാണ്. എൻ്റെ യൂട്യൂബിൽ ഒന്നും കൂടെ കയറി കാണിക്കുകയാണ്. എനിക്കിപ്പോൾ നെറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പം കാണിച്ചു തരാം. ഇതിപ്പം വൈഫൈ കണക്റ്റാണ്, സോറി, വൈഫൈ കണക്ട് ചെയ്തുകൊണ്ടാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വൈഫൈ കണക്ട് ചെയ്തിട്ടാണ്. വൈഫൈ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ ഇപ്പോൾ കയറി കാണിച്ചു തരാം. ആർക്ക് ചാനൽ മാത്രമേ ഇപ്പം ഇതാവുന്നുള്ളൂ. വൈഫൈ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഫോണിൽ നെറ്റ്വർക്ക് കാണിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ റീചാർജ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അവിടെ നെറ്റൊന്നും ഇപ്പോൾ പിടിക്കുന്നില്ല. അപ്പോൾ റിഫ്രഷ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ റിഫ്രഷ് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിവിടെ ടൈമിൻ്റെ കാര്യങ്ങൾ കൊടുത്തേക്കാം. ടൈം നോക്കൂ. ഇപ്പോൾ ടൈം നിങ്ങൾക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ടൈപ്പ് കാണിച്ചു തരാം. 8:16. അപ്പോൾ ഞങ്ങൾ ഫേക്കും കാര്യങ്ങളൊന്നുമല്ല കാണിക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഞാൻ ഡാറ്റ ടണൽ വീണ്ടും ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, ഒന്ന് ഓപ്പൺ ആണെന്ന് വെക്കുക. എന്നിട്ട് ഞാൻ കൊടുത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സെർവർ ഒന്നും മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ കണക്ട് ചെയ്യുന്ന ഒരു ബട്ടൺ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കണക്റ്റഡ് എന്നൊരു ബട്ടൺ ആണ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ കാണാം, ഇവിടെ കണക്റ്റഡ് എന്നൊരു ബട്ടൺ എൻ്റെ ഫോണിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യൂട്യൂബ് എടുത്ത് നോക്കാം. യൂട്യൂബിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. യൂട്യൂബ് ഓപ്പൺ വരുന്ന വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നെറ്റ് ഇവിടെ നേരത്തെ ഇൻ്റർഫേസും കാര്യം വന്നിട്ടുണ്ട്. ഞാൻ വൈഫൈ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാം വൈഫൈ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. താഴോട്ട് സ്ക്രോൾ വരെ കാണിക്കാം. ഇപ്പം 2 റീലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും സ്മൂത്താണ്, നല്ല ഫാസ്റ്റ് നെറ്റ്വർക്കാണ്. അപ്പം നെറ്റ്വർക്ക് സ്പീഡ് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നെറ്റ്വർക്ക് സ്പീഡ് നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യുക. അത്യാവശ്യം നല്ല ഫാസ്റ്റിംഗ് ഉണ്ട്. എത്ര സ്പീഡ് കൊണ്ട് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ഇവിടെ ഫാസ്റ്റ് നെറ്റ്വർക്ക് ചെക്ക് ചെയ്യാണ്. 950 kbps സ്പീഡ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട്. നെറ്റില്ലാത്തവർക്ക് വേണ്ടിയുള്ള നല്ല സ്പീഡും കാര്യങ്ങളുണ്ട്. ഈസി ആയിട്ട് വീഡിയോയും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഇത് വർക്കിംഗ് ആയവരെല്ലാം എനിക്ക് ജസ്റ്റ് സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചു തരാം. പിന്നെ ഫയലും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കുന്നുണ്ട്. അപ്പോൾ 6.5 MB/s ഒക്കെ തന്നെ ധാരാളമാണ് ഫ്രീ ആയിട്ട് നെറ്റ് കിട്ടുന്നത്. അപ്പം ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളത് VI സിമ്മിലാണ്. അപ്പം ജിയോക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് വർക്കിംഗ് ആണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് DM-ൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഞാൻ വേറൊരു മെത്തേഡ് എനിക്ക് DM ചെയ്ത് തരുന്നതായിരിക്കും. ജിയോയും എയർടെലും വർക്കിംഗ് ആയിട്ടുള്ള മെത്തേഡും. അപ്പോൾ ജിയോക്കാർക്കൊക്കെ ഓൾറെഡി നെറ്റ് ഫ്രീ ആയിരിക്കും. 5G സിം ആയതുകൊണ്ട് തന്നെ നെറ്റ് ഫ്രീ ആയിരിക്കും. അപ്പോൾ VIക്കാരാണ് നെറ്റ് ഫ്രീ അല്ലായിട്ടുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ. അപ്പം നിങ്ങളെ ഡെയിലി പാക്ക് തീർന്നാലും നിങ്ങൾ ഇത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. 100% വർക്കിംഗ് ആണ്. ഞാനിപ്പോൾ കുറേ നേരം കൊണ്ട് ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം 100% 100% വർക്കിംഗ് ആണ്. ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട നെറ്റ് മാത്രം എനിക്ക് മതിയാവും. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബൈ.